എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജൻ്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജൻ്റെ മകനെ ഞാൻ കാണുന്നത് 18-ാം തീയതി ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൻസൻസ് ഹോട്ടലിൽ വെച്ചാണ് എൻ്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന TG രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏത് തലയെടുപ്പുള്ള നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, IBയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എൻ്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു, ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത്. നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ DGP തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം.